വെൽക്കം ടു സുൽത്താസ് ടോക്സ്. സോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. എൻ്റെ ഡേ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുക, ഒരുങ്ങി നേരെ ഓഫീസിലേക്ക് പോവുക, ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരിക, വല്ലതുമൊക്കെ കഴിക്കുക, കിടന്നുറങ്ങുക. ഇത്രേ ഉള്ളൂ എൻ്റെ ഡേ. ഇതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു ഡേ ഇല്ല. അപ്പോൾ ഉള്ള ഡേ ഒക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സോ കം ഓൺ. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നതാണ്ട് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റ് മിണ്ണാൻ പോവാണ്. ഈ കടലക്കറി ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു, ബൂസ്റ്റ് ഇട്ട പാലുണ്ടായിരുന്നു. ബൂസ്റ്റ് ഇട്ട പാലെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. അങ്ങനെ ഫേവറേറ്റ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റ് ഇട്ട പാൽ. ഞാൻ എന്നും കുടിക്കും. അതിന് ഞാൻ കഴിക്കുകയാണ് ഗൈസ്. കാസ്ട്രോൾ തലയിട്ട് ഞെവിടെയാണ് കഴിക്കുന്നത്. ഞാൻ ഈ ദോശയൊക്കെ ഇങ്ങനെ ഞെവിടെയാണ് കഴിക്കുന്നത്. ഒരു സുഖം. എനിക്ക് നല്ലതാണ്. ഇങ്ങനെ ഐ ബാഗ് ഉണ്ടല്ലേ, അതെന്താ അങ്ങനെ? എന്തെങ്കിലും കുഴപ്പമാണോ ഇനി? ഇങ്ങനെ ആരൊക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചിരിക്കുമ്പം ഐ ബാഗ്? ഞാൻ റെഡിയായി. പിന്നെ ഇന്ന് ഞാൻ ബാങ്കിലാട്ടോ പോകുന്നത്. ബാങ്കിൽ പോകുന്നത് ഞാൻ ആക്ച്വലി അവിടെ കൺകറൻറ്റ് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് പോകണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടിയിലാണ് പോകുന്നത്. സോ അവളിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. സോ അവൾക്ക് വേണ്ടി വീട്ടിലിങ്ങനെ കാത്തിരിക്കുകയാണ്. അവളിപ്പോൾ വഴിയിലെത്താറാവും. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. പിന്നെന്താ, അവിടെ നല്ല ചൂടൊക്കെ ഉണ്ടോ ഗൈസ്? നിങ്ങൾ ഈ കാണുന്നവരൊക്കെ ഏത് ജില്ലയിലുള്ളവരാണെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവളെത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി എടുത്തിട്ട് പിന്നെ അങ്ങ് സ്വയം അങ്ങ് പോയി. കാരണം എത്താനുള്ള സമയമായിട്ടുണ്ട്. ഇവിടുത്തെ മതിലിൽ കണ്ടോ കൃഷ്ണകുമാറിൻ്റെയും മുകേഷിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്ന അവരിവിടുത്തെ സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ പിന്നെ ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും വോട്ടിൻ്റെയൊക്കെ തിരക്കുകളൊക്കെയാണല്ലോ. പിന്നെന്താ, അങ്ങനെ കുറുക്ക് റോഡിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് മെയിൻ റോഡിൽ തിരക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ബാങ്കിലെത്തിയപ്പോഴേക്ക് എല്ലാവരും എത്തിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങ് പെട്ടെന്ന് തന്നെ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങി. വർക്കായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ അവിടുത്തെ അപ്രൈസറിൻ്റെ ഈ നമ്മൾ സ്വർണ്ണമൊക്കെ സൂം ചെയ്ത് നോക്കത്തില്ലേ, ആ ഒരു സാധനം എടുത്ത് കൈ നോക്കുന്ന പോലെയൊക്കെ അഭിനയിച്ച് 10 പറഞ്ഞായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോൾ അവിടെ നല്ലൊരു സോഡ നാരങ്ങ വെള്ളം തന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഈ ഉച്ചയ്ക്ക് അത് കുടിക്കുന്നത് ഭയങ്കര ഒരു റിഫ്രഷിങ് ആണല്ലോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ഒരു 5-5:30 ആയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാങ്കിൽ നിന്ന് ഇറങ്ങി. 5:30 ഇറങ്ങുന്നത് അപൂർവമാട്ടോ. മിക്കവാറും 6:30-7 മണിയൊക്കെയാവും. നല്ല രസം. ആ ഒരു ടൈമിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ആക്റ്റീവായിരിക്കും. അപ്പോൾ ഞങ്ങൾക്കും വർക്ക് ചെയ്യാൻ നല്ല രസമായിരിക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ മെടമെടാൻ നടക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് വണ്ടിയൊക്കെ എടുത്ത് അപ്പോൾ അവിടുത്തെ അപ്പൂപ്പൻ വന്ന് മോളെ നാളെയും വരില്ലേ? അപ്പം ഞാൻ വരും അപ്പൂപ്പ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അപ്പൂപ്പൻ ഞാനൊരു ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവളോട് വന്ന് ഓടിച്ചാടി കയറും മോളെ എന്ന് പറയായിരുന്നു. വീഡിയോ ഓണല്ലായിരുന്നു. അതിന് ഞങ്ങൾ വീഡിയോ ഓൺ ചെയ്യാതെ ചാടി കയറിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇനി അവൾക്ക് തിന്നാ മേടിക്കാവോ? എത്രാമത്തെ കേട്ടോ. ഓക്കെ കവോൺ.